നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ചില നക്ഷത്രങ്ങളെ കുറിച്ചും അതിൽ ജനിച്ച സ്ത്രീകളെ കുറിച്ചുമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ജ്യോതിശാസ്ത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ പൊതു സ്വഭാവമുണ്ട്. എങ്കിലും ജനിച്ച സമയവും ജാതകവും അടിസ്ഥാനപ്പെടുത്തി ആണെങ്കിൽ പോലും ചില നക്ഷത്രക്കാരുടെ സ്വഭാവത്തിന് ചില മാറ്റങ്ങളും ചില ഗുണങ്ങളും ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട്. അത് പ്രകാരം ചില നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം. പൊതുഫലം ഒന്നാവുമെങ്കിലും ചില നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ കൂടെ ഭാഗ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് പ്രകാരം ജനിച്ച നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ഒരവസ്ഥ പൊതുവെ എന്തായിരിക്കുമെന്നും നോക്കാം. ഇത്തരം നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ജന്മനാ ഇവരുടെ കൂടെ ഭാഗ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന ഒരു നക്ഷത്രക്കാരായിരിക്കും എന്നും ഇവരെ കൊണ്ട് വിവാഹശേഷം ഭർത്താക്കന്മാർക്ക് ഭാഗ്യം തുണയ്ക്കുമെന്നും ആ ഭാഗ്യം വർദ്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൂടെ ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വ്യത്യസ്ത കുടുംബങ്ങളിൽ വെവ്വേറെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുടെ ഒത്തുകൂടലാണ് വിവാഹം. അതുവരെയുള്ള ജീവിതം ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ടുള്ളത്. ചിലർക്ക് വിവാഹശേഷം ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകാറുണ്ട്. എന്നാൽ ചിലർക്ക് വിവാഹശേഷം ജീവിതം തന്നെ താളം തെറ്റി പോകുന്നവരുമുണ്ട്. വിവാഹശേഷം നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിൽ പെടുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര. ഇവരുടെ ജനനം രാഹുദശയിലായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവർ പങ്കാളിയോട് വളരെയധികം സ്നേഹവും ഭയഭക്തി ബഹുമാനവും ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിന്, അതായത് ഭർത്താവിന്റെ കുടുംബത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരും കൂടിയായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ. ജീവിതത്തിലുടനീളം ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടെ ഉണ്ടാകുന്നവരാണ് തിരുവാതിര നക്ഷത്രക്കാര്. തിരുവാതിര നക്ഷത്ര ജാതരായ സ്ത്രീകൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുമെന്നാണ് ജ്യോതിശാസ്ത്ര വിധി പ്രകാരം പറയുന്നത്. എന്നാൽ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയും ചില സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയുമാണ് പൂർണ്ണമായ ഒരു അനുഭവം ഉണ്ടാവുക. ഇത്തരം ജാതരായ സ്ത്രീകൾ ജീവിതത്തിൽ ഒരു തരത്തിലും അഭിവൃദ്ധിപ്പെട്ടിട്ടില്ല എങ്കിൽ അവര് തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജറെ കണ്ട് ജാതകം ഒന്ന് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പരിശോധിപ്പിക്കേണ്ടതാണ്. അതിൽ പെടുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് പുണർദം. പുണർദം നക്ഷത്രക്കാരായ സ്ത്രീകൾ പങ്കാളിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഇവരുടെ ജനനം വ്യാഴദശയിലായിരിക്കും എന്നുള്ളതാണ്. വ്യാഴനാണ് നക്ഷത്രനാഥൻ. അപ്പൊ ഇവര് ജീവിതത്തിൽ ഉടനീളം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇവരെ വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ട് ഭർത്താവിനും അവരുടെ കുടുംബത്തിനും ലഭിക്കുമെന്നാണ് ജ്യോതിശാസ്ത്ര പ്രകാരം ഉള്ള വിശ്വാസം. സന്താനങ്ങൾക്കും എല്ലാ കാര്യത്തിലും, പൊതുവായ എല്ലാ കാര്യങ്ങളിലും ഇവർ സർവൈശ്വര്യങ്ങൾ കൊണ്ടുവരുന്ന നക്ഷത്രജാതരായ സ്ത്രീകളാണ്. പുണർന്ന നക്ഷത്രക്കാർ വിശ്വാസം, വിദ്യാഭ്യാസം, ധനം, ഭാഗ്യങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നവരായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അടുത്തതായിട്ട് രോഹിണി നക്ഷത്രമാണ്. ഈ രോഹിണി നക്ഷത്രക്കാരുടെ ജനനം ചന്ദ്രദശയിലാണ്. ചന്ദ്രദശ 10 വർഷമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ നക്ഷത്രക്കാര്, അതായത് രോഹിണി നക്ഷത്രക്കാരെ വിവാഹത്തിന് ശേഷം ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കുന്ന നക്ഷത്രക്കാരാണ്. മാത്രമല്ല ഇവർക്ക് വളരെയധികം നല്ല യോഗങ്ങളാണുള്ളത്.
ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ധനപരമായ ഉയർച്ചയും ബുദ്ധിമുട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതാണ്. അത് അറിഞ്ഞവരായിരിക്കും മിക്കവാറും രോഹിണി നക്ഷത്രക്കാരായ ആൾക്കാരുടെ വിവാഹത്തിൽ ഉടനീളം കണ്ടുവരുന്നത്. പൊതുവെ ഇവരുടെ ജീവിതം ഐശ്വര്യപ്രദമായിരിക്കുമെന്നാണ്. ദൈവാനുഗ്രഹം കൂടെയുള്ള നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ. അടുത്ത വരുന്ന നക്ഷത്രം പൂരമാണ്. പൂരം ശുക്രദശയിലാണ് ജനനം. ശുക്രദശ 20 വർഷമാണ് ഉണ്ടാവുക. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് ഭർത്താവിനെ സംബന്ധിച്ച് എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുമെന്നാണ് വിശ്വാസം. ഒരു ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്ന ഭർത്താക്കന്മാർക്ക് പോലും ഇവരെ വിവാഹശേഷം നല്ല ഒരു ധനാഭിവൃദ്ധിയും അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർക്ക് നല്ലൊരു ജോലി വരാനുള്ള സാഹചര്യം പോലും ഇവരുടെ വിവാഹത്തിന് ശേഷം സംഭവിക്കുന്നതാണ്. ഇവരുടെ വിവാഹശേഷം ഇവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും എത്തുമെന്നാണ് നമ്മൾ ജ്യോതിശാസ്ത്രം കണക്കാക്കുന്നത്. മാത്രമല്ല, ജ്യോതിശാസ്ത്രത്തിൽ പറയുന്ന പ്രകാരം ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ്. ധനം, സമ്പത്ത്, വിദ്യാഭ്യാസം, ജോലി ഇതൊക്കെ നേടാൻ ഈ നക്ഷത്രക്കാരെ വിവാഹം കഴിക്കുന്നവർ കൂടിയിട്ട് വന്നു ചേരുമെന്നാണ് വിശ്വസിക്കുന്നത്. അടുത്തതായി പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രം ശനിദശയിലാണ് ജനനം. 19 വർഷമാണ് ശനിദശ. പൂയ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ജീവിതത്തിൽ ഒരു പ്രായം വരെ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇവർക്ക് വിവാഹത്തോട് മാറിക്കിട്ടുമെന്നും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ശാരീരികമായും മാനസികമായും സന്താനങ്ങളുമായും നല്ല ഒരു ഐക്യത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കാൻ കഴിയുമെന്നാണ് ഈ പൂയം നക്ഷത്രക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ട് പുരുഷന്മാർക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കാൻ പോകുന്നതെന്നാണ് ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള കണക്കുകൂട്ടൽ. അപ്പോൾ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇത്തരം നക്ഷത്രക്കാരെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിടുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹകരിക്കണം. തുടർന്ന് നല്ല നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.